കുറച്ച് ദിവസമായി നമ്മളെ ഫാമിലി ആടിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വിരമരുന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്ന ആടുകളൊക്കെ ചെനയിലാണ് കേട്ടോ. ഇപ്പൊ എല്ലാ ആടുകളും പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മളെ മുട്ടന്മാരെ കാണിച്ചിട്ടായിരുന്നു. ഒരു 10-15 മുട്ടന്മാരൊക്കെ ഉണ്ട് എന്നൊരു വീഡിയോ നമ്മൾ ഈ ഷെഡിലായിരുന്നു. വീഡിയോ കണ്ടിട്ട് കൊല്ലത്തു നിന്നൊക്കെ ആള് വന്നിട്ടാണ് നമ്മളെ മുട്ടന്മാരെ കൊണ്ടുപോയത്. എല്ലാ മുട്ടന്മാർ തീർന്നു. അന്ന് നമ്മൾ ക്രോസിങ്ങിന് നിർത്തിയ ഈ ഒരു മുട്ടനും പിന്നെ 15ഓളം മുട്ടന്മാരിൽ നമ്മൾ ഒരു മുട്ടനും ഇവിടെ നിർത്തിയിരുന്നതാ. ഇവനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇവനെ നല്ല സൈസായി വരുന്നുണ്ട്, ഇവനെ ഇവിടെ നിർത്തി. ഇവനെ മറ്റെല്ലാം സൈസാവും, ഇവൻ കുറച്ച് ഉഷാറുള്ളതുകൊണ്ട് ഇവനെ ഇവിടെ നിർത്തി. അപ്പൊ അങ്ങനെ 2 മുട്ടന്മാരായിട്ടുള്ളത്. ഇത് രണ്ടും മലബാറി കരോളി ക്രോസ് ആടുകളാണ്. പക്ഷെ കരോളിയുടെ കൊമ്പ് കറക്റ്റ് കിട്ടിയത് ഇവനാണ് കേട്ടോ. ഇവനെ പിരിഞ്ഞ കൊമ്പ് കരോളിക്ക് ഇങ്ങനെ കൊമ്പ് ഉണ്ടാവുക. മലബാറി കരോളി ക്രോസ് ആണെങ്കിലും കൊമ്പ് കരോളിയുടെ കിട്ടിയിട്ടുണ്ട്. കൊമ്പ് ഈ ഫ്രണ്ട് ഭാഗത്ത് ശേഷം കരോളിയുടെ ടച്ചാണ്. അപ്പൊ ഇവനെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മളെ ഫാമിലുണ്ട്. ഈ കുറച്ചും കൂടെ ആദ്യം പ്രസവിച്ച ആടിനൊക്കെ നമ്മൾ ഇവനെ കൊണ്ടൊന്ന് ക്രോസ് ചെയ്യിക്കണം. ഇപ്പുറത്തുള്ള ആട് നോക്ക്, അത് അതിന് കുറച്ച് സൂചി കൊമ്പാട്ടോ. കരോളി മലബാറി ക്രോസ് തന്നെയാണ്, പക്ഷെ കൊമ്പൊരു സൂചി കൊമ്പാണ്. അപ്പൊ രണ്ടും നല്ല അടിപൊളി മുട്ടന്മാരാണ്. ഓടി വരുന്നുണ്ട്. കുത്തല് കൂടുതൽ വലിയ മുട്ടനാട്ടോ. ഇവർ രണ്ടുപേരും കണ്ടാൽ ഇന്ത്യയും പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മള് 2 കള്ളിയിലാക്കിയിട്ട് ഇവർ ഇട്ടത്. അല്ലെങ്കിൽ ഭയങ്കര കുത്തൂടല്ല. ഇവനെ ക്രോസിങ്ങിന്റെ സമയത്ത് മാത്രമേ പെണ്ണാടുകളെ കൂട്ടിലേക്ക് ആക്കുള്ളൂ. അല്ലാത്തപ്പോൾ രണ്ടും ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയാണ് ഇടുന്നത്. ഇത് പെട്ടെന്ന് കയറി വന്നിട്ടോ. ഇതിന്റെ കൂട്ടത്തിലുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഇഷ്ടപ്പെട്ട ആടായിരുന്നു നിർത്തി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവന് വളർച്ച കയറി വരുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും നമ്മളിനി ബലിപെരുന്നാൾ അടുപ്പിച്ചേ കൊടുക്കുള്ളൂ. അപ്പൊ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ടില്ലേ, നല്ല കഴിക്കുന്നുണ്ട്. ഇതുവരെ കുത്തുകൂടിയിട്ട് ഇല അങ്ങനെ കഴിക്കില്ലായിരുന്നു. ഇപ്പൊ കൈ പിടിച്ചു കൊടുത്തപ്പം ഇല അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചെറുതിനൊക്കെ നമ്മൾ ഇനിയും ബോഡി കയറി വരാനുണ്ട്. അപ്പൊ ഇനി 1 മാസം കൂടെ ഉണ്ട് പെരുന്നാളിന്. അപ്പോഴത്തേക്ക് നമ്മൾ അതിനൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കി എടുക്കും. അപ്പൊ ഇതുപോലെ മുട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലേ എല്ലാവരും ഒന്ന് ബലിപെരുന്നാൾ വരെ നിർത്തട്ടെ. ഇനി 1 മാസം കൂടെ ഉള്ള പെരുന്നാളിന്. പെരുന്നാൾ സമയത്ത് നമുക്ക് മാർക്കറ്റ് റേറ്റ് അല്ല കിട്ടുക, നമ്മൾ പറയുന്ന റേറ്റ്, ഒരു മോഹവില എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതുപോലെയുള്ള വൃത്തിയുള്ള മുട്ടന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന വിലക്ക് ആളുകൾ കൊണ്ടുപോകും. എന്ത് ചെയ്യുക, 1 മാസം കൂടെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ആടിനെ കൊടുക്കാൻ നിൽക്കണ്ട. മുട്ടന്മാരുണ്ടെങ്കിൽ കേട്ടോ, മുട്ടന്മാരെ കൊടുക്കാൻ നിൽക്കണ്ട. 1 മാസം വെയിറ്റ് ചെയ്താൽ ഇവനെ പോലത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന വില നമ്മളെ കയ്യിൽ കിട്ടും.